പ്ലിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുകയും ഇറാൻ്റെ പരമോന്നത നേതാവും ആത്മീയ ആചാര്യനുമായ ഖമനേയിയെ കൊലപ്പെടുത്തുകയും നിരവധി പേരെ കൊല്ലുകയും ഒക്കെ ചെയ്ത ഈ സംഘർഷം എത്ര നാൾ നീണ്ടു നിൽക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ഒരു രൂപവുമില്ല. സ്വാഭാവികമായും നീണ്ടുപോയാൽ അത് കേരളത്തെ, നീണ്ടില്ലെങ്കിൽ പോലും കേരളത്തെ വലിയ തോതിലാണ് ബാധിക്കുന്നത്. ഗൾഫ് മേഖലയിൽ ഏതാണ്ട് 60 ലക്ഷത്തോളം മലയാളികളാണ് പല രാജ്യങ്ങളിലായിട്ടുള്ളത്. ആ ചരിത്രത്തിൽ ആദ്യമായിട്ട് 1991 ഇറാഖ് കുവൈറ്റ് യുദ്ധകാലത്ത് പോലും ഗൾഫ് മേഖലയെ ആകെ ബാധിച്ചിരുന്നില്ല, കുവൈറ്റിനെ മാത്രമാണെന്ന് ബാധിച്ചത്. ഇതാദ്യമായി ഗൾഫ് മേഖലയാകെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ഒരു യുദ്ധമാണ് ആരംഭിച്ചു വച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേരളത്തെ ഇതെങ്ങനെയെല്ലാം ബാധിക്കും, കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഞങ്ങൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ശ്രീ വഹീദ്, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതിനേക്കാൾ ഒരു വ്യത്യസ്തമായ ഒരു വിഷയമാണ്. രാഷ്ട്രീയമെല്ലാം പരണത്ത് വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ അതിൻ്റെ ഒരു ആരവും വിവാദങ്ങളും എല്ലാം തന്നെ കെട്ടടങ്ങിയിരിക്കുകയാണ്. കെട്ടടങ്ങാതെ പറ്റില്ല. കാരണം ജനങ്ങളുടെ ജീവിതമാണ്, ജനങ്ങളുടെ ജീവനും ജീവിതവുമാണ് ഈ യുദ്ധം. പ്രത്യേകിച്ച് മലയാളികളുടെ ജീവിതക്രമമാകെ മാറ്റിമറിക്കുന്ന ഒരു യുദ്ധമാണ് ഇതാ നടക്കുന്നത്. ആദ്യം നമ്മൾ പ്രവാസികളുടെ സുരക്ഷയും തിരിച്ചുവരവും സംബന്ധിച്ച ഒരു പ്രധാന പ്രശ്നമാണ്. ഇപ്പം കേരളത്തിലെ ഓരോ വീട്ടിലും ഇപ്പോൾ തീ പുകയുകയാണ്. അടുപ്പിലെ തീയല്ല പുകയുന്നത്, ഉള്ളിലെ തീ പുകയാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതെ, ഇത് ശരിക്കും കേരളത്തിൽ മൊത്തം ഇപ്പം നമ്മൾ 3,45,00,000 നമ്മുടെ മൊത്തം പോപ്പുലേഷൻ. യഥാർത്ഥത്തിൽ 1 കോടി ആൾക്കാർ എന്ന് പറയുന്നത് മലയാളികൾ, അവർക്ക് അവരുടെ ജീവിതം നടക്കുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ഈ ഗൾഫ് മേഖലയിൽ നിന്ന് വരുന്ന, അവിടെ തൊഴിൽ ചെയ്യുന്നവരും അവരുടെ കുടുംബാംഗങ്ങളും നേരിട്ട് അവിടെ നിന്ന് വരുന്ന വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന ജനവിഭാഗമുള്ള ഒരു നാടാണ് കേരളം. ഇതിപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ 6 GCC കൺട്രീസിനെയും ഇപ്പോൾ ഇറാൻ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അത് പല രീതിയിൽ. അപ്പോൾ അവിടെ മൊത്തത്തിൽ മനുഷ്യർ പാനിക്കാണ്. അപ്പോൾ പിന്നെ എല്ലാ മാർക്കറ്റും ഏകദേശം അടഞ്ഞ അവസ്ഥയിലാണ്. ആൾക്കാർക്ക് എല്ലാ മേഖലയിലും എല്ലാ GCC രാജ്യങ്ങളിലുള്ള ആൾക്കാരോട് അതാത് ഗവൺമെൻറ്റുകൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ കഴിയണം എന്നുള്ള നിർദ്ദേശമാണ് തൽക്കാലം കൊടുത്തിരിക്കുന്നത്. എല്ലാ എയർപോർട്ടുകളും അടഞ്ഞു കിടക്കുന്നു. അപ്പോൾ എല്ലാവരും ശരിക്കും വീട്ടിനുള്ളിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സാഹചര്യം വന്നിരുന്നത്, തൊട്ട് മുമ്പ് വന്നത് കോവിഡ് കാലമാണ്. അത് നമുക്ക് മനസ്സിലാകാം. കാര്യം അന്ന് ലോകം മുഴുവൻ ഈ അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എല്ലാവരും വീട്ടിനകത്തിരിക്കുന്ന ഒരവസ്ഥ ഗൾഫ് മേഖലയെ മാത്രം ആകുന്ന ഒരവസ്ഥയിൽ. അപ്പോൾ ഗൾഫുമായിട്ട് നേരിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇവിടുത്തെ ജീവന ഉപാധി എന്ന് പറയുന്നത് ഈ 1 കോടി ആളുകളുടെ മുട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരും ഇത് നീണ്ടുപോയാൽ. മൊത്തത്തിൽ ആ ഒരു സംഘർഷം നാട്ടിലുള്ളവർക്കും അവിടെ ജീവിക്കുന്നവർക്കും ആയ മലയാളികൾക്ക് ഉണ്ടെന്നുള്ള ഒരു വാസ്തവമാണ്. എന്നാൽ അവിടെ നിന്നും എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് വരാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഈ പ്രവാസികളുടെ സുരക്ഷയുടെ ഒരു കാര്യത്തിൽ, നമ്മുടെ ഈ പ്രവാസി മലയാളികളുടെ സുരക്ഷയുടെ കാര്യം നോക്കുമ്പോൾ ഒന്ന് സുരക്ഷ, അതായത് അവിടുത്തെ ഗവൺമെൻറ് തന്നെ അവരുടെ സുരക്ഷാ കാര്യങ്ങൾ നോക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് വേണ്ട രീതിയിൽ ചെയ്യുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ചെയ്യുന്നുണ്ട് ഇതുവരെ. ഇനി അവിടെ നിന്ന് നാട്ടിലേക്ക് വരിക എന്ന് പറയുന്ന ഒരവസ്ഥ, ഈ ഭീതിതമായ ഒരവസ്ഥയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ആരെങ്കിലുമൊക്കെ നാട്ടിലേക്ക് വരണമെന്ന് വിചാരിച്ചാൽ അവിടെ എല്ലാ വിമാനത്താവളങ്ങളും അടങ്ങി കിടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് അവിടുത്തെ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ച് അവിടെ തന്നെ കഴിയുക എന്നുള്ളതിൽ ഉപരി വേറൊരു എന്താ പറയുക വഴിയും ഇപ്പോൾ ഇല്ല, ഇപ്പം തൽക്കാലമില്ല. പക്ഷെ അത് ഇനി നീണ്ടു പോവുകയാണെങ്കിൽ മറ്റു മാർഗങ്ങൾ വന്നേക്കാം. ഇപ്പോൾ അങ്ങനെയുള്ള വിഷയമില്ല. തൽക്കാലം അവരവിടെ സുരക്ഷിതരായി കഴിയുന്നു എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ സുരക്ഷ സംബന്ധിച്ച് തൽക്കാലം നമുക്ക് നാളെ ഇതുവരെ ഇപ്പം പ്രശ്നമൊന്നുമില്ലെങ്കിൽ പോലും ഇനി അടുത്ത നമ്മൾ സാമ്പത്തിക നില പരിശോധിക്കാം. നമ്മൾ നേരത്തെ അതിൽ സൂചിപ്പിച്ചല്ലോ, ഈ കേരളത്തിൽ വരുന്ന വരുമാനത്തിൻ്റെ കേരളത്തിൽ 25%, കേരളത്തിൻ്റെ GSDP എന്ന് പറയുന്ന ആ സാമ്പത്തിക ഇതിൻ്റെ വരവിൻ്റെ 25%, 4/1 ഗൾഫിൽ നിന്ന് വരുന്ന ഡയറക്റ്റായിട്ട് വരുന്ന ധനമാണ്. ആ ധനത്തിൻ്റെ എന്തായാലും കുറവ് വരും. മാത്രമല്ല എന്തായാലും അതിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒറ്റയടിക്ക് 20%-ലും വരില്ലെങ്കിൽ പോലും എന്തായാലും ആ ഒരു പ്രശ്നം വരും. അത് കേരളത്തിൻ്റെ സാമ്പത്തിക നില എങ്ങനെ ബാധിക്കും? അത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികളുള്ള ഒരു രാജ്യമാണ് UAE. UAE സംബന്ധിച്ച് മൊത്തത്തിൽ പെട്രോ ഇൻകത്തിലുപരി അവരുടെ ഈ ദുബായ് കേന്ദ്രീകരിച്ച് ടൂറിസമാണ് ഏറ്റവും വലിയൊരു വ്യവസായം. ഈ ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് മലയാളികൾ, നമ്മളിപ്പോൾ മലയാളികളുടെ കാര്യമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ മലയാളികൾ ഈ ടൂറിസം മേഖലയിൽ ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വ്യവസായങ്ങളിലും വാണിജ്യപരമായ കാര്യങ്ങളിലുമൊക്കെ ഇടപെട്ട് ജോലി ചെയ്യുന്നവരും കച്ചവടം ചെയ്യുന്നവരും അതിൽ ചെയ്യുന്നവരുമായിട്ടുള്ള ആൾക്കാരാണ് വളരെ ബഹുഭൂരിപക്ഷമുള്ളത്. അപ്പോൾ ഈ
എന്തെങ്കിലും ഇത്തരം ഈ അതെ ഈ ഇത് നമ്മുടെ യുദ്ധം പോലുള്ള ഒരു അവസ്ഥ വരുമ്പോഴേക്കും അവിടേക്ക് ടൂറിസ്റ്റുകളുടെ വരവ് എന്ന് പറഞ്ഞാൽ നിലച്ചു പോകുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ആ ഇൻഡസ്ട്രി മൊത്തം ബാധിക്കും. അങ്ങനെ വരുമ്പോൾ തൊഴിൽ നഷ്ടം മലയാളികൾക്ക് ഉറപ്പാണ്. ഇവിടെ ഈ ഒരു അവസ്ഥ നീണ്ടുപോകുന്ന ഒരു ഇതിലേക്ക് വന്നാൽ വലിയ തോതിൽ തൊഴിൽ നഷ്ടം അവിടെ മലയാളികൾ നേരിടും. അത് നമ്മുടെ സാമ്പത്തിക ഇവിടുത്തെ ഭദ്രതയെ ഭയങ്കരമായി ബാധിക്കും. കാര്യം വെച്ചാൽ ഇങ്ങോട്ട് വരുന്ന താങ്കൾ പറഞ്ഞതുപോലെ ഈ 25% GSDP എന്ന് പറയുന്നത് ഗൾഫിൽ നിന്ന് വരുന്ന ധനമാണ്. അത് വരാത്ത ഒരവസ്ഥ അതിൽ കുറവ് വരും. അത് നമ്മുടെ ഇവിടുത്തെ സാമ്പത്തിക ഭദ്രതയെ വളരെ വലിയ തോതിൽ നമ്മുടെ ജീവിതത്തെ തന്നെ കാര്യമായി ബാധിക്കും. സാമ്പത്തികമാണല്ലോ എല്ലാത്തിന്റെ അടിസ്ഥാനം. ഇപ്പൊ നമ്മൾ എനിക്കൊന്നും ഇതുവരെ നമ്മൾ സംസാരിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ വളരെ ആശങ്കാകുലമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ധന വിലയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതെ അതെ ഇന്ധനം ഇപ്പൊ നമ്മൾ ഈ യുദ്ധം ഉണ്ടാക്കിയിരിക്കുന്ന ആദ്യത്തെ ഫലം എന്ന് പറയുന്നത് ഹോർമുസ് കടലിന്റെ കടക്കുക എന്ന് പറയുന്നത്. അത് അടച്ചിരിക്കുകയാണ്. ഇതുവരെ എനിക്കൊന്ന് ഭാഗികമായിട്ട് നേരത്തെ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഭാഗികമായി അടയ്ക്കപ്പെട്ടിൽ പോലും അപ്പം പൂർണ്ണമായിട്ടും ഈ ഇറാൻ അത് അടച്ചിരുന്നില്ല. കാരണം ഇറാന്റെ സാമ്പത്തിക സ്ഥിതിയെ മാത്രമല്ല, ഇറാൻ ഒറ്റപ്പെടുന്ന ലോകരാജ്യങ്ങളിൽ ഇറാൻ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതി വരുമെന്നുള്ളത് കൊണ്ട് അവർ അടച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവർ അത് അടയ്ക്കാൻ നിർബന്ധിതരായിരിക്കും. സ്വാഭാവിക കമ്പനിയെ പോലുള്ളവരെ കൊല്ലുകയൊക്കെ ചെയ്ത ഒരു യുദ്ധം നടക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതായിരിക്കും. അതിപ്പോ അടയ്ക്കപ്പെട്ടു. അപ്പൊ അതിൽ നിന്നും വരുന്നത് ഇതാണ്. വേറൊരു നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന പെട്രോളിയം പ്രോഡക്ട്സിന്റെ ഏകദേശം 50% ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് വരുന്നത്. ഏഷ്യയിൽ മൊത്തം 2 കോടി ബാരൽ, ഇന്ത്യയിൽ 25 ലക്ഷത്തിനും 27 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ഇതെന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് വഴി വരുന്നതാണ്. മൊത്തം നമ്മൾ 50 ലക്ഷത്തോളം ശരിക്കും ബാരലാണ്. പകുതിയോളം നമ്മുടെ നാട്ടിൽ വരുന്ന പകുതിയോളം ഇന്ധനം വരുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അത് അടയ്ക്കപ്പെട്ടതോടുകൂടി തന്നെ ഇപ്പൊ നമ്മുടെ വേറൊരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മുടെ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് എന്ന് പറയുന്ന, അതായത് നമ്മുടെ രാജ്യത്ത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു കരുതൽ ശേഖരം എന്ന് പറഞ്ഞ് വെക്കാവുന്ന എണ്ണ ഏറ്റവും കൂടിയത് 10 ദിവസത്തിന് താഴെ, 9 ദിവസം കൃത്യം കണക്ക് 9 ദിവസം, ഒരു 10 ദിവസത്തിൽ താഴെ, 10 ദിവസത്തിൽ താഴെ മാത്രം ഇത് വരുമ്പോഴത്തേക്ക് ഈ യുദ്ധം 2 ആഴ്ചയിലേക്ക് നീണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ധനക്ഷാമം വരുന്ന ഒരവസ്ഥ വരും. ഇന്ധനക്ഷാമം സ്വാഭാവികമായിട്ടും വില കൂടും. തീർച്ചയായിട്ടും വില കൂടിയാൽ കേരളത്തിൽ നമുക്കറിയാലോ, കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. അല്ല, ഇന്ധനക്ഷാമം വന്നാൽ ശരിക്കും ആദ്യം വിലക്കയറ്റം, 2 പണപ്പെരുപ്പം, ഇത് രണ്ടും നേരിട്ട് ബാധിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറും. കാര്യം നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. നമ്മൾ പുറത്തു നിന്നും നമ്മൾ സാധനം വാങ്ങി ഇവിടെ ഉപയോഗിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. നമുക്കിവിടെ സ്വന്തമായ ഉൽപ്പാദനം എന്ന് പറയുന്നത് വളരെ തുലമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ ഇന്ധനക്ഷാമം വന്നാൽ അതിലൂടെ പണപ്പെരുപ്പവും വിലക്കയറ്റവും ഉണ്ടാകും. അത് രണ്ടും ഏറ്റവും രൂക്ഷമായി ബാധിക്കാൻ പോകുന്നത് നമ്മൾ മലയാളികൾ തന്നെയാണ്. മറ്റൊരു ഇതെന്ന് പറയുന്നത് ടൂറിസം മേഖല. ഇപ്പം നേരത്തെ പറഞ്ഞില്ല, ടൂറിസത്തെ ആശ്രയിച്ച് വലിയൊരു പരിധി വരെ അല്ലെങ്കിൽ പോലും ടൂറിസം നമ്മളെ സംബന്ധിച്ചൊരു നട്ടല്ല. ടൂറിസ്റ്റുകളുടെ വരവ് കുറയും, അതൊന്ന്. 2, ടൂറിസത്തിൽ നിന്നുണ്ടാകുന്ന വരുമാനം കുറയും, അത് മറ്റൊന്ന്. പക്ഷെ ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതിനേക്കാൾ പിന്നീട് കുറച്ച് മാത്രമേ ബാധിക്കുള്ളൂ. എന്നാൽ പോലും ടൂറിസത്തിന് എന്ന് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഉടനെ ടൂറിസം ആരംഭിക്കുകയില്ല. അല്ല, ടൂറിസത്തിന് ഒരു ലാഗ് വന്നു കഴിഞ്ഞാൽ കുറെ ഒരു ബ്രേക്ക് വന്നാൽ പിന്നെ നോർമൽ ആവാൻ കുറെ കൂടെ സമയം എടുക്കും. അപ്പൊ അതാണ് നമ്മളതിനകത്ത്. മറ്റൊന്ന്, ഈ യാത്രയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അതിൽ തന്നെയും വേറൊന്ന്, ഈ ടൂറിസവും യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് അവിടെ ഗൾഫിൽ നിന്നുമുള്ള ഇപ്പോൾ അവിടെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വരാനുള്ള യാത്രാ സൗകര്യത്തെ കുറിച്ചാണ്. എന്നാൽ ഈ ഗൾഫ്, അതായത് ഈ എമിറേറ്റ്സ്, എത്തിഹാദ്, ഖത്തർ എയർവേസ് തുടങ്ങിയ എയർവേസ് ആണ് ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നുകൊണ്ട് ഈ ഒരു ട്രാൻസിറ്റ് പോയിന്റ് ആയ മിഡിൽ ഈസ്റ്റിൽ നിന്നുകൊണ്ട് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും നമ്മുടെ ഏഷ്യയിലേക്കും നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയിലേക്കും ടൂറിസ്റ്റുകളെയോ മറ്റ് യാത്രക്കാരെയോ കൊണ്ടുവരികയോ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ശരിക്കും അതിൽ ഒരു മിഡിൽ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഗൾഫ് മേഖലയാണ്. അപ്പോൾ ഈ എയർലൈൻ യാത്രാ സംവിധാനം നിലയ്ക്കുന്ന അവസ്ഥ വരുമ്പോൾ നമ്മുടെ ടൂറിസത്തെ തീർച്ചയായും ബാധിക്കും എന്നുള്ളതിന് ഒരു കാരണം അതും കൂടെയാണ്. കാര്യം ഇവിടെ കേരളത്തിൽ വേറെ പ്രശ്നമില്ല. പക്ഷേ കേരളത്തിലേക്ക് ഒരു ടൂറിസ്റ്റ് യൂറോപ്പിൽ നിന്ന് വരണമെങ്കിൽ ഇനി വേറെ മാർഗങ്ങൾ വഴിയും നോക്കേണ്ടി വരും. വലിയ ചുറ്റുമാണ്, വളരെ ചുറ്റുവരും. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഗൾഫാണ് ട്രാൻസിറ്റ് പോയിന്റ്. അപ്പൊ അമേരിക്കയിലേക്ക് പോകണം, ലണ്ടനിലേക്ക് പോകണമെങ്കിൽ തന്നെ നമ്മൾ ദോഹ വഴി പോകുന്നു, ദുബായ് വഴി പോകുന്നു, അബുദാബി വഴി പോകുന്നു. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു കണക്ഷനാണ്. അതെ, തീർച്ചയായിട്ടും യൂറോപ്പിലേക്കുള്ള നമ്മുടെ ഒരു ഏറ്റവും ഏറ്റവും എളുപ്പമുള്ള ഒരു കണക്ഷനാണ്. ആ കണക്ഷനാണ് മുറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ മുറിയുമ്പോഴത്തേക്ക് കേരളം, നമ്മളറിയാം, അമേരിക്കയിലും ലണ്ടനിലും ഇംഗ്ലണ്ടിലും ഒക്കെ കഴിയുന്ന മലയാളികളെ സംബന്ധിച്ച് അവരുടെ വരവും ഒക്കെ ഒന്ന്. 2, ഈ ടൂറിസ്റ്റുകൾ വരിക തന്നെ ഇല്ല. ആ ഒരു അവസ്ഥ ഇവിടെ വരും. നമുക്ക് സ്വർണ്ണ പോലെ വീണ്ടും കൂടും. അത് നിക്ഷേപകർ അതിലേക്ക് പോകുമല്ലോ. അവർക്ക് വേറെ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ പറ്റാതെ വരും. കാര്യം വളരെ എന്താ പറയുക, വളണറബിൾ ഒരു സ്റ്റേജാണ്. സ്വർണ്ണവിലയെ സംബന്ധിച്ച് നമ്മൾ ഒരു സാധാരണക്കാരന്റെ ഒരു കൺസേൺ അല്ല എന്നുള്ളതുകൊണ്ട് അത് നിക്ഷേപകരെ സംബന്ധിച്ച് അത് പ്രാധാന്യമാണ്. രാജ്യത്തിന്റെ
സമ്പദ് വ്യവസ്ഥയെ ശരിക്കും ബാധിക്കും, ശരിക്കും അതൊക്കെ ഉണ്ട്. അതും എന്തായാലും ഈ യുദ്ധം നീണ്ടുപോകാതിരിക്കട്ടെ എന്ന് നമുക്ക് എന്താണ് ആഗ്രഹിക്കാം എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഈ ഇതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയമായ ഒരുപാട് മാറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അത് ഞങ്ങൾ വരുന്ന വീഡിയോകളിൽ ചർച്ച ചെയ്യുന്നതാണ്.